എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS എന്ന് പറയുന്ന പുതിയ നിയമം, നമുക്ക് പണ്ടുണ്ടായിരുന്ന IPC നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളായിട്ടുണ്ട്. ആ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓവർവ്യൂ മാത്രമാണ് നോക്കുന്നത്, ചില മേജർ ചേഞ്ചസ് മാത്രമാണ്. ഇനി സെക്ഷൻ വൈസ് നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിഷൻ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് IPC എന്ന് പറയുന്ന പഴയ നിയമവും ഇപ്പോഴത്തെ ഈ പറഞ്ഞ ജൂലൈ തൊട്ട് വന്നിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പുതിയ നിയമവും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ IPCയിൽ. ഇപ്പം നമുക്കത് 318. നമ്മൾ BNS ഭാരതീയ ന്യായ സംഹിത പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. BNS നമ്മൾ പറയും. സെക്കൻഡ് കോൺസെപ്റ്റ് 21 പുതിയ ഒഫൻസസ് ആഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻസ് അല്ല, പുതിയ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹേറ്റ് ക്രൈംസ്, അതായത് നമ്മുടെ ഈ ജാതിയുടെ റേസിന്റെ മേളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ക്രൈംസും, അതേപോലെ മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞത് വളരെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കൂടിയാണ്. കാരണം ഹരിയാനയിൽ ബീഫ് കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ട ആക്രമണത്തിനെതിരാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ആണെങ്കിലും 5 വർഷം മുമ്പാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത്. പക്ഷെ ഇതുവരെയും ഗവർണർ അതിനെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ 12ഓളം ആൾക്കൂട്ട ആക്രമണങ്ങൾ പശ്ചിമ ബംഗാളിൽ നടന്നു. അപ്പോൾ ഈ ഒരു ബില്ല് നമ്മൾ ആൾറെഡി BNSൽ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കൂട്ട ആക്രമണത്തിനെതിരായിട്ടുള്ള ഒരു ബില്ലാണ്. ഇതിന് ഡെത്ത് പെനാൽറ്റി വരെയും കിട്ടും, അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിസ് വൺ ഫോർത്ത് വൺ ന്യൂ ഒഫൻസ് ഈസ് ഇൻട്രൊഡ്യൂസ്. മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കൂട്ട ആക്രമണത്തിന് ഡെത്ത് പെനാൽറ്റി വരെ ഈ ഒരു BNS നമ്മൾക്ക് കിട്ടും. നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് കോൺസെപ്റ്റ് പറയുന്നതാണ്. നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡെഫിനേഷൻ ഓഫ് തെഫ്റ്റ് എന്ന് പറയുമ്പോൾ മോഷണം എന്ന് പറയുന്നതിന് പല മോഷണം ആഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ, അതായത് സോഫ്റ്റ്വെയർ ഡാറ്റ മോഷ്ടിക്കുമ്പോൾ എൻ്റെ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ കമ്മിൻ അണ്ടർ ഡെഫിനേഷൻ ഓഫ് തെഫ്റ്റ് എന്ന് പറയും. അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയി നമ്മൾ ഫോർ എക്സാമ്പിൾ കോപ്പിറൈറ്റ് മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് മോഷ്ടിക്കുന്നു, ഒരു പാട്ട് മോഷ്ടിക്കുന്നു, ഇതെല്ലാം തെഫ്റ്റിന്റെ അണ്ടറിൽ വരുന്ന അതേ ഡെഫിനേഷന്റെ ബേസിക് തന്നെയാണ് പുതിയ BNSൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെററിസം അസോസിയേഷന് സംബന്ധമായി ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്യുന്നത് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ മെമ്പർഷിപ്പ് എടുക്കും. അപ്പോൾ ICSൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, അൽഖ്വയ്ദയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അതെന്താണ് ടെററിസം ആക്ടിവിറ്റി ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ ടെററിസങ്ങൾക്ക് ഒരു അഭയം നൽകിയിട്ടുണ്ടെങ്കിലും, ഹാർബറിന് അഭയം നൽകിയിട്ടുണ്ടെങ്കിലും, അത് ടെററിസം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും, അതേപോലെ തന്നെ ടെററിസ്റ്റ് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ടെററിസം തന്നെയാണ്. നെക്സ്റ്റ് ഈ മൈനർ ഒഫൻസസ് നമ്മൾ ലാസ്റ്റ് ടൈം നമ്മുടെ സഞ്ജു ടെക്കിയുടെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ആവേശം സിനിമയിലെ പോലെ തന്നെ കാറിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ആക്കിയിട്ട് വളരെ വലിയ പ്രശ്നമായിട്ട് ലൈസൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റിൽ അദ്ദേഹത്തിന് ജയിലിലിട്ടില്ല, അവിടെ സോഷ്യൽ സർവീസ് ആണ് ചെയ്തത്. അപ്പോൾ പുതിയ BNSൽ പുതിയൊരു പണിഷ്മെന്റ് രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജയിലിലിടണ്ട, ചെറിയ ചെറിയ മൈനർ ഒഫൻസസിന് അവിടെ പോയി ക്ലീൻ ആക്കാൻ പറയുന്നു, 10 ദിവസം ഒരു ഹോസ്പിറ്റൽസിൽ സർവീസ് ചെയ്യാൻ പറയുന്നു. അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ഒരു ദുർഗുണ പരിഹാര പാഠശാല പണ്ട് നമ്മൾ ചെയ്ത പോലെ ജയിലിലിടുന്നൊരു കോൺസെപ്റ്റ് അല്ല. ഇവിടെ നേരിട്ട് സർവീസ് ചെയ്തിട്ട് മാനസാന്തരപ്പെടുക, ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ് അവിടെ. നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ് ആൻഡ് റൺ കേസസിന് 2 വർഷം എന്നുള്ളത് 5 വർഷം വരെ, അത് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ട് അതിന്റെ ഹിറ്റ് ആൻഡ് റൺ കേസസിൽ 2 വർഷം എന്നുള്ളത് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒരു വലിയ മേജർ ചേഞ്ചസ് തന്നെയാണ്. നെക്സ്റ്റ് സെഡീഷൻ എന്ന് പറയുന്നത് ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ സെഡീഷനും അല്ലെങ്കിൽ ഇപ്പോൾ ട്രീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 2 തന്നെയാണ്. അത് രാജ്യദ്രോഹം എന്നൊരു സംഭവമാണ്. പക്ഷേ സെഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് നീങ്ങുന്നു. ചിലപ്പോൾ നമ്മളൊരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കാം. നമ്മൾ പല ഗ്യാങ്ങുകൾ ഇപ്പോൾ കർഷകരെ നമ്മൾ ഗവൺമെന്റ് എഗെയിൻസ്റ്റ് തിരിച്ചുവിടുന്നു. അതൊക്കെ സെഡീഷൻ പണ്ട് ഒരു ഒഫൻസ് ആയിരുന്നു. അതിപ്പോൾ എടുത്ത് മാറ്റി ട്രീസൺ ആക്കിയിട്ടുണ്ട്. ട്രീസൺ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കടുപ്പം കൂട്ടിയതാണ്. അതായത് നമ്മളിപ്പോൾ ശത്രു രാജ്യത്തിന് നമ്മൾ സഹായിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധമാണെങ്കിൽ നമ്മൾ പാകിസ്ഥാന് വേണ്ടി സഹായിക്കുന്നു, എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുന്നു. അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ശിക്ഷയുള്ളൂ. അല്ലാതെ നമ്മൾ ഗവൺമെന്റ് എഗെയിൻസ്റ്റ് നമ്മൾ മുദ്രാവാക്യം വിളിച്ചു എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ഡെമോക്രസി ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല, അതിനൊന്ന് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷുവൽ ഇന്റർകോഴ്സ്, ഈ സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് നടക്കുന്ന പല ക്രൈംസിനും പല രീതിയിലുള്ള പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. സെക്ഷുവൽ ഫേവേഴ്സ് ചെയ്യുന്നവർക്ക് 3 വർഷം കഠിന തടവ് കിട്ടുന്ന ശിക്ഷയൊക്കെയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷുവൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്നത് വഞ്ചനാപരമായിട്ട്, അതായത് ചതിവിലൂടെ സെക്ഷുവൽ ഇന്റർകോഴ്സ് ചെയ്യുന്നത് 10 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്.
വഞ്ചനാപരമായിട്ട് എന്താണ്, വഞ്ചിച്ചിട്ട് ചതിച്ചിട്ട് എന്താണ് സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് വരിക എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട്. നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മർഡർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊലപാതകം ഡയറക്റ്റ് സെൻസിൽ എടുക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ മർഡർ ആരെ ചെയ്തു എന്നൊരു കോൺസെപ്റ്റിൽ ഇപ്പോൾ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അതായത് വിക്ടിംസിന്റെ റേസ് എന്താണ്, അല്ലെങ്കിൽ കാസ്റ്റ് എന്താണ്, ഏത് കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ അതിന്റെ ബേസിസിൽ എന്താണ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഒരു എന്താ താഴ്ന്ന ജാതിക്കാരൻ ആ ഒരു കോൺസെപ്റ്റ്, ജസ്റ്റ് കോൺസെപ്റ്റ് ഞാൻ പറയുന്നതാണ്, ഒരു റിലീജിയസ് കൺസെപ്റ്റിൽ പറയുന്നതല്ല. അപ്പോൾ ആ ജാതി മതം അതനുസരിച്ച് എന്താണ് ഇപ്പോൾ ഒരു മേൽജാതി കീഴ്ജാതി ആൾക്കാരാണ് കൊന്നെങ്കിൽ മർഡർ ആണെങ്കിൽ പോലും അതിന് ഡിഫറൻസിയേഷൻ എന്താണ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ഒഫൻസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് കുറച്ച് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനിയും കുറേ സംഭവങ്ങൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്